അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാം അതിൻ്റെ തുടക്കം പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തുമായി കടന്നു വന്നപ്പോൾ ഏറെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ നുബുവത്തിൻ്റെ ആദ്യകാലത്ത് ആ നാട്ടിലെ ഏറ്റവും വലിയ വിഖ്യാത കവിയായിരുന്ന അഹ്ഷ മൈമൂൻ എന്ന് പറയുന്ന വ്യക്തി അന്ന് ഇസ്ലാമിൻ്റെ എതിരാളികളായിട്ടുള്ള ആളുകളിൽ ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സമയത്തും ഏത് സെക്കൻഡിലും ഏത് മിനിറ്റിലും വലിയ വലിയ ധാരാളക്കണക്കിന് വരികൾ അദ്ദേഹത്തിന് പാടാൻ കഴിയുമായിരുന്നു. നന്നായിട്ട് ആലപിക്കാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ അദ്ദേഹത്തിൻ്റെ എതിർദിശയിൽ നിന്ന് കടന്നു വരുന്നത് ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും. അതൊന്നുകിൽ അബൂജാഹിലായിരിക്കും, ഉത്ബയായിരിക്കും, ഷൈബയായിരിക്കും, വലീദായിരിക്കും, അബൂ സുഫിയാനായിരിക്കും. ഇങ്ങനെയുള്ളവർ കടന്നു വരുമ്പോൾ അവരെ കാണുമ്പോൾ അവരെ മുന്നിൽ നിർത്തി എത്രയോ ധാരാളക്കണക്കിന് വരികൾ, അവരുടെ നന്മകൾ, അവരുടെ മേന്മകൾ, അവരുടെ ഗുണങ്ങൾ എല്ലാം കോർത്തിണക്കി നന്നായിട്ട് പാടുകയും അവർക്കേറെ ഇഷ്ടമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അവരുടെ കൈകളിലുള്ള വിലപ്പെട്ട സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങളൊക്കെ ആ സ്പോട്ടിൽ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നീടൊക്കെ അദ്ദേഹത്തിന് സമ്മാനമായിട്ട് കൊടുക്കുക പതിവായിരുന്നു. ഈ അഹ്ഷ മൈമൂൻ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് കേൾക്കുകയാണ്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നിട്ടുണ്ട്, അവിടെ ദഅവത്ത് നടത്തുന്നുണ്ട്, പ്രബോധനം നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും പല നിലക്കും ക്ലാസ്സുകൾ കേട്ട, ഖുർആൻ കേട്ട ചിലരിൽ നിന്ന് അവിടുന്ന് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളിൽ ചിലതൊക്കെ അദ്ദേഹം കേട്ട് മനസ്സിലാക്കി. ഇങ്ങനെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇത് തരക്കേടില്ല എന്ന് തോന്നുകയും നല്ലതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമാവുകയും അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം പ്രവാചകൻ്റെ വീട്ടിലേക്ക് പോകണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടൊന്ന് സംവദിക്കണം എന്നൊക്കെ തീരുമാനിച്ച അദ്ദേഹം ഈ തീരുമാനം ആരോടോ കൂട്ടത്തിൽ ഏതോ കൂട്ടുകാരോട് പറഞ്ഞു. ഇവർ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഈ ശത്രുക്കളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എതിരാളികളായിട്ടുള്ള ഈ ആളുകളുടെ കാതുകളിൽ അത് കേൾപ്പിക്കുകയും ഇത് കേട്ട മാത്രയിൽ അവർ വളരെ പെട്ടെന്ന് ഒരു യോഗം കൂടി, ദാറുന്നദവയിൽ മീറ്റിംഗ് കൂടി. ഈ അഹ്ഷ മൈമൂൻ എന്ന് പറയുന്ന അന്നാട്ടിലെ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരൻ, അദ്ദേഹം ഒരു കാരണവശാലും ഇസ്ലാമിലേക്ക് കടന്നു പോകാൻ പാടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിലേക്ക് എത്തിപ്പെടാൻ പാടില്ല. അങ്ങനെ ചെന്ന് അദ്ദേഹം ദീൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ ആ നാട്ടിലുള്ളവരെ മുഴുവൻ പാട്ടുപാടിയിട്ട് അദ്ദേഹം ഇസ്ലാം ദീനിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഇത് മനസ്സിലാക്കിയ ഈ ആളുകൾ യോഗം ചേർന്നു. എങ്ങനെയാണ് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക എന്നതിനെക്കുറിച്ചുള്ള ആലോചന നടത്തി. ആ ആലോചനക്കിടയിൽ അവരിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നൊരു തീരുമാനം, അന്ന് അറബികൾ ഏറ്റവും ഉള്ളതായി കണ്ടിരുന്ന ചുവന്നൊട്ടകങ്ങൾ, ഈ ഒട്ടകങ്ങൾ അദ്ദേഹത്തിന് സംഭരിച്ച് അദ്ദേഹത്തിന് കൊടുക്കാം. അങ്ങനെ എല്ലാവരിൽ നിന്നും ഓഫർ സ്വീകരിച്ച് 600ഓളം വരുന്ന ഒട്ടകങ്ങൾ ആ വിഷയത്തിലേക്ക് അവർ സംഭരിക്കുകയും അങ്ങനെ അദ്ദേഹം പോകുന്ന ദിവസം നേരത്തെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ അവർ ആ മരുഭൂമിയിൽ ഒരു ഭാഗത്ത് ഈ ഒട്ടകങ്ങളെ കെട്ടി കാത്തിരിക്കുകയും ഇദ്ദേഹം അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വരുന്ന സമയത്ത് അദ്ദേഹം ഇവരെ കണ്ട മാത്രയിൽ തൻ്റെ വാഹനപ്പുറത്തു നിന്ന് താഴേക്കിറങ്ങി ബഹുമാനത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ ചോദിച്ചു, എങ്ങോട്ടാണ് അഹ്ഷ നീ പോകുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ. അപ്പോൾ അവരുടെ ചോദ്യം, എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നത്? പ്രവാചകൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് കേൾക്കാനും മനസ്സിലാക്കാനും. വീണ്ടും അവർ ചോദിച്ചു, അങ്ങനെ കേട്ടാൽ മനസ്സിലാക്കിയാൽ എന്താണ് നമുക്ക് പ്രതിഫലം കിട്ടുക, എന്താണ് അതിൻ്റെ ലാഭം? അദ്ദേഹം പറഞ്ഞു, ഇന്ന് ചെയ്താൽ നാളെ നമുക്ക് കൂലി കിട്ടും. അപ്പോൾ ഈ സമയത്ത് അവർ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, ഇന്ന് ചെയ്താൽ നാളെ കൂലി കിട്ടും എന്നതിന് എന്തുറപ്പാണുള്ളത്? മരണശേഷം നമുക്ക് പ്രതിഫലം കിട്ടുമെന്നതിന് എന്ത് തെളിവാണുള്ളത്? ആർക്കെങ്കിലും കിട്ടിയതായിട്ട് അറിയുമോ? എങ്കിൽ ഞങ്ങൾ പറയുന്നു, ഈ കാണുന്ന ഒട്ടകങ്ങൾ മുഴുവൻ നിനക്കുള്ള കൂലിയാണ്. നീ നബിയെ കാണാതെ ഇപ്പോൾ ഇവിടെ വെച്ച് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഇത് മുഴുവൻ നിനക്ക് നൽകാം. അങ്ങനെ അദ്ദേഹം അല്പസമയം ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഇവർ പറയുന്നതാണ് ശരി, മുഹമ്മദ് പറയുന്നതിന് എന്താണ് തെളിവ് എന്ന് അദ്ദേഹത്തിന് അത് ഉറപ്പാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം തൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. പോകുന്ന അദ്ദേഹത്തിൻ്റെ തൊട്ടുപിന്നിൽ, അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് അദ്ദേഹം സഞ്ചരിക്കുന്നതിൻ്റെ തൊട്ടുപിന്നിലായി ഈ ഒട്ടകങ്ങളുമായിട്ട് കുറേ ആളുകൾ അതിനെയും തെളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നു. ചരിത്രം പറയുന്നു, അദ്ദേഹം തൻ്റെ വീട്ടിലെത്തുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾ ബാക്കിയിരിക്കെ വെളിപാട് അകലെ എത്തി നിൽക്കുമ്പോൾ
തൻ്റെ വാഹനപ്പുറത്തു നിന്ന് വഴുതി വീഴുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നിൽ വന്ന ഒട്ടകങ്ങളിൽ പലതും അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്നു. ആ മരുഭൂമിയിൽ അദ്ദേഹം ചതഞ്ഞരഞ്ഞ് മരണപ്പെടുകയും ചെയ്യുന്നു. നമ്മൾ ആലോചിച്ച് നോക്കും, വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു സന്ദേശം, ഹസിറ ദുനിയാവൽ ആഖിറ ദാലിക ഹുവൽ ഹുസ്റാനുൽ മുബീൻ. ദുനിയാവ് നഷ്ടപ്പെട്ടു, പരലോകവും നഷ്ടപ്പെട്ടു. ഇതിനേക്കാൾ വലിയ നഷ്ടം എന്താണ് എന്ന് അള്ളാഹു നമ്മളോട് ആണയിട്ട് ചോദിക്കുകയാണ്. ഈ ഒരു വ്യക്തിയുടെ ഈ ഭാഗ്യക്കേടെന്ന് പറയാൻ മാത്രം അദ്ദേഹം ഇസ്ലാമിൻ്റെ അടുത്തേക്ക് എത്തി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അതിൽ നിന്ന് തള്ളിവിട്ടത് ഭൗതികമായിട്ടുള്ള ചില ലാഭങ്ങളും ചില താല്പര്യങ്ങളുമായിരുന്നു. ഏതൊരു വിശ്വാസിക്കും ഈ ഒരു സംഭവം നൽകുന്ന മെസ്സേജ്, നമ്മുടെ ജീവിതം ദുനിയാവിലെ ചില താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി വലിയൊരു ലോകത്തെ നഷ്ടപ്പെടുത്തരുത് എന്നുള്ള തിരിച്ചറിവാണ്. ഈ തിരിച്ചറിവ് എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ നമ്മുടെ മനസ്സുകളിൽ കൊത്തിവെച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും. അത്തരത്തിൽ ആലോചിച്ച് ചിന്തിച്ച് ജീവിക്കുന്ന മുത്തക്കികളിൽ, മുവഹിദുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.